ആവർത്തന പുസ്തകം 11 ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഈ അധ്യായത്തിൽ വചനം പ്രമാണിച്ചാൽ കിട്ടുന്ന 7 അനുഗ്രഹത്തെ കാണാൻ കഴിയും. ഒന്നാമത്തെ അനുഗ്രഹം വാക്യം 12 ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും നിന്റെ മേൽ ഇരിക്കും. രണ്ടാമത്തെ അനുഗ്രഹം വാക്യം 14 ധാന്യവും വീഞ്ഞും എണ്ണയും ഉണ്ടാകേണ്ടതിന് തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്ത് മുൻമഴയും പിന്മഴയും അയക്കും. മൂന്നാമത്തെ അനുഗ്രഹം വാക്യം 15 നിന്റെ നാൽക്കാലികളും നീയും തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ആഹാരം തരും. നാലാമത്തെ അനുഗ്രഹം 20-ാം വാക്യത്തിൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മക്കളും ഈ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കും. അഞ്ചാമത്തെ അനുഗ്രഹം 23-ാം വാക്യത്തിൽ നിന്നേക്കാൾ ബലമേറിയ ശത്രുക്കളെ ഒക്കെയും ദൈവം നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ആറാമത്തെ അനുഗ്രഹം 24-ാം വാക്യത്തിൽ നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും ദൈവം നിനക്ക് അവകാശമായി തരും. ഏഴാമത്തെ അനുഗ്രഹം 25-ാം വാക്യത്തിൽ ഒരു മനുഷ്യനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയില്ല. ഇവിടെ പ്രമാണം പ്രമാണിച്ചാൽ പ്രമാണിക്കുന്നവന് അനുഗ്രഹമുണ്ട്. അത് പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും വചനപ്രകാരം നിൽക്കുന്നവന് വചനപ്രകാരമുള്ള അനുഗ്രഹമുണ്ട്. ഗോഡ് ബ്ലെസ് യു.